ഹലോ വെൽക്കം ടു യെല്ലോ പനി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഈ ചാനലിൽ എന്നും ഒരു ക്രാഫ്റ്റിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നീച്ച് കുളിച്ച് പല്ലേച്ച് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ വീഡിയോ എടുക്കാനാണ് പോകാറ്. അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്തേക്കും. ഇന്നലെ IPL കാണാതിരുന്നുകൊണ്ട് ട്യൂഷൻ ക്ലാസ് നമ്മളങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ അതിന്ന് കാണാനുണ്ട്, ഓൺലൈൻ ആയതുകൊണ്ട്. ഞാൻ ക്ലാസ് കാണുന്നതിന് കൂടെ തന്നെ നോട്ട് എഴുതാറുണ്ട്. അതുകൊണ്ട് എനിക്ക് 2 മണിക്കൂറാണ് ക്ലാസ് എന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ വേണം നോട്ടൊക്കെ എഴുതി വരാൻ. ആണ് ഒന്നും കൂടെ നല്ലത് എനിക്ക് തോന്നിയത്. മനസ്സിലാക്കും, പിന്നെ ഇതും കൂടെ ചെയ്യുമ്പോൾ അതൊന്ന് റെഡി ആവും. എന്നാൽ പിന്നെ നമുക്ക് നോട്ട് എഴുതാൻ വേറൊരു സമയം കണ്ടെത്തണ്ട. അതിൻ്റെ ശേഷം പിന്നെ 11 മണിക്ക് ആണ് ഞാൻ എന്നും അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ പണികൾക്ക് പോവും. എന്നിട്ട് പിന്നെയും ബാക്കി കാണും. അതിൻ്റെ ശേഷം കുറച്ച് നേരം ഫോണിൽ കളിക്കും. അതിൻ്റെ ശേഷം ഞാൻ മാങ്ങയൊക്കെ കഴിച്ചു. ക്ലാസ് കണ്ടൊരിതിൽ ഞാൻ പിന്നെയും ഫോണിൽ കളിച്ചു. എന്നിട്ട് ചോറ് കഴിച്ചതിൻ്റെ ശേഷം പിന്നെ നമുക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. നമ്മൾ ഇന്നാളത്തെ ബാക്ക് ടു സ്കൂൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ടെക്സ്റ്റ് ബുക്സ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി ടെക്സ്റ്റ് ബുക്സും പിന്നെ കുറേ വെള്ള ഷീറ്റ് ടേബിളുമൊക്കെ വിരിക്കാനൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇന്നാൾ പോയ കടയിൽ പോയി. പക്ഷെ അവിടെ പിന്നെയും ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ തിരൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ടെക്സ്റ്റ് ബുക്സ് വാങ്ങിയത്. കമ്പ്യൂട്ടർ സയൻസ് മലയാളം കൂടെ വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ അത് കിട്ടി. പിന്നെ ഫോറിൻ മാർക്കറ്റിലൊക്കെ കുറേ കറങ്ങി. എന്നിട്ട് ഒരു ഫോൺ കേസ് വാങ്ങിയിട്ട് നേരെ തിരിച്ചു വന്നു. കുറച്ച് പ്രിൻ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ മലയാളം, കമ്പ്യൂട്ടർ സയൻസും ടെക്സ്റ്റ് ബുക്സ്. കമ്പ്യൂട്ടർ സയൻസ് പാർട്ട് 1ഉം 2ഉം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കളറിൽ. അത് ഞാൻ എൻ്റെ റൂമിലത്തെ ടേബിളിൻ്റെ മുകളിൽ ഒരു മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ടാണ്. അതിൻ്റെ ശേഷം ഒരു നാനോക്കോട വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വൈറ്റ് ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ടേബിൾമേൽ ഇരിക്കുന്നതാണ്. എൻ്റെ വീട്ടിലുള്ളതൊക്കെ നല്ല മരത്തിൻ്റെ ടേബിൾസാണ്. അപ്പോൾ അത് പെയിൻ്റ് അടിക്കാനോട്ട് ഇവിടെ ആരും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ കണ്ടെത്തിയ വഴിയാണ് ഈ ഷീറ്റ് വാങ്ങിയിടുക. അപ്പോൾ ഈ കാണുന്ന ഷീറ്റും ഒക്കെ അങ്ങനെ വാങ്ങിയിട്ടില്ലാണ്. പിന്നെ ഞാൻ ഫോൺ കേസ് വാങ്ങി പറഞ്ഞില്ലേ, അത് ഈ ബ്ലൂ ആണ് വാങ്ങിയത്. അപ്പോൾ അതൊന്ന് മാറ്റിയിടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡെസ്ക് മേക്ക് ഓവർ മാറി ചെയ്യുന്നുണ്ട് എൻ്റെ റൂമിൽ. അപ്പോൾ അത് ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിടാം. കാരണം ഇതിൽ കൂടെ ഇടുമ്പോൾ ഇത് ഭയങ്കര ലെങ്ത് ആവുകയാണ്. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ ടേബിൾ മാറ്റ് വാങ്ങിയില്ലേ 2 അത് ഞാൻ സത്യത്തിൽ വേറൊരു ടേബിളിലേക്ക് മാറ്റിയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിലാണ് ഞാൻ വീഡിയോ എടുക്കാറ്. അപ്പോൾ അതിൻ്റെ വൈറ്റ് ആക്കിയിട്ട് എന്ന് വെച്ചാൽ പുതിയതാക്കിയിട്ട് ഈ പഴയത് മറ്റേരുമിക്ക് എടുത്തിടാമെന്ന് വിചാരിച്ചു. ഇതാണ് സത്യം പറഞ്ഞാൽ ടേബിളിൻ്റെ സ്ഥിതി. അതൊക്കെ തുടച്ചിട്ട് ഞാൻ പുതിയ ഷീറ്റ് ഇതുമിക്ക് ഇട്ടിട്ട് അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ പഠിക്കാതിരിക്കുന്ന ടേബിളുണ്ട്. ഇവിടെ ഞാൻ വീഡിയോ എടുക്കാനാണ് കൂടുതലും ഇങ്ങനെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിനും കൂടെ ഒരു ഷീറ്റ് വിരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയത് പിന്നെ അങ്ങനെ മാറ്റിയിട്ടു. ഇതിൻ്റെ മേലേക്ക് ഇതായി പഴയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ സെറ്റായി. ഇതൊക്കെ ചെയ്ത് വന്നപ്പോൾ ഇന്നത്തെയും ക്ലാസ് എനിക്ക് പെൻഡിങ് ഉണ്ട്. ഈ നാളത്തെ മെയിൻ പരിപാടി അത് കാണലാവും. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത മേക്ക് ഓവർ. ഇതിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.